ഹലോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമല്ലേ ഞങ്ങളിപ്പോൾ എവിടെയാണെന്ന്. ഞങ്ങൾ വേറെങ്ങുമല്ല, ഞങ്ങൾ അമ്പാടിയെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ എന്ന് വിചാരിക്കണം. അതിനാണ് ഞങ്ങളുടെ മൈഥിലി ബ്യൂട്ടി സ്പായിലാണ് വന്നിരിക്കുന്നത്. ചമ്പക്കുളത്ത് ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടുള്ള ബ്യൂട്ടി സ്പായിലാണ്. അമ്പാടി ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ആയിരിക്കുവാണ് കേട്ടോ, മുടിയൊക്കെ വെട്ടി സെറ്റാക്കാനായിട്ട്. ഇതാണ് മൈഥിലി ബ്യൂട്ടി സ്പാ. അവിടെ തിരക്കാണ് കുറച്ച് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ വന്നിട്ട് തിരക്കൊക്കെ കഴിഞ്ഞ് എന്നതേ അമ്പാടിയെ ഹെയർ സ്റ്റൈലൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇരിക്കുവാണ്. അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. എന്നോട് കുറേ സൈഡിലൊക്കെ വരയിട്ട് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ്. കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് സൈഡൊക്കെ ഒന്ന് ഒതുക്കി അങ്ങനെ കട്ട് ചെയ്യുവാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയില്ല, സ്കൂളിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് മുടി അധികം ഫ്രണ്ടോട്ട് വീഴാത്ത രീതിയിൽ ഒന്ന് വെട്ടി ഒന്ന് ഒതുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അവനിങ്ങോട്ട് നോക്കുക. ആൾക്ക് ഭയങ്കര സന്തോഷമാണ് മുടിയൊക്കെ വെട്ടുന്നതിന്. നേരത്തെ നല്ല ചുരുണ്ട മുടിയായിരുന്നു. 2 വയസ്സായപ്പോഴാണ് മുടി മൊട്ടയടിച്ചത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീളം മുടിയായി. കുറേ ഉണ്ട് മുടി, നല്ല നീളത്തിൽ. ഫ്രണ്ടോട്ട് നല്ല നീളം ഉണ്ടായിരുന്നേ, തിക്നെസ് കുറവാണ്. ഇപ്പം കുറച്ച് ഇഷ്ടമാണ് മുടി വെട്ടാനൊക്കെ. അതുകൊണ്ട് പിന്നെ ഒരുവിധം ഇരുന്നോളും. കൊച്ചിലെ ഭയങ്കര കരച്ചിലും ബഹളവും നമ്മളായിട്ട് തന്നെ പിടിച്ചു കൊടുക്കണമായിരുന്നു. ഇപ്പോൾ LKG ആയതിൻ്റെ ഒരു ഇതോ കാണിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല, തനിച്ചങ്ങ് ഇരുന്നോളും. ഇത് ചമ്പക്കുളത്ത് ആശുപത്രിയുടെ സൈഡിലായിട്ട് തന്നെയാണ്. ആശുപത്രിയും ബസ് സ്റ്റാൻഡും, ചമ്പക്കുളം ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഈ മൈഥിലി ബ്യൂട്ടി സ്പായ. അവർക്ക് ടൂറിസ്റ്റ് ബസ്സും ഉണ്ട് കേട്ടോ. മൈഥിലി ടൂറിസ്റ്റ് ബസ്സും അവൈലബിൾ ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ. ഒരു ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അവനെ ഒന്ന് കാണിക്കണമായിരുന്നു. ചെറിയൊരു യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കാണിച്ചു. അപ്പം എന്നായിരുന്ന മുടിയും കൂടി അങ്ങ് വെട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് വന്നതാണ്. ആൾ ഭയങ്കരമായിട്ടും അത് തന്നെ ശ്രദ്ധിച്ചിരിക്കുക, എന്താ അവർ ചെയ്യുന്നതെന്നേ. ഇടയ്ക്ക് അതുകൊണ്ട് കുനിഞ്ഞ് ഞാൻ പറയുമ്പോഴത്തേക്കും കണ്ണാടില്ല മുഖം, അത്രയും കുനിയത്തില്ല. പിന്നെ പറഞ്ഞു അങ്ങനെ വേണ്ട, താഴത്തോട്ട് തന്നെ നോക്കിയിരിക്കുന്നൊക്കെ പറഞ്ഞ ആൾ താഴത്തോട്ടൊക്കെ നോക്കിയൊക്കെ ഇരുന്നേ. ഇടയ്ക്കൊക്കെ എന്നാലും കണ്ണ് നേരെ കണ്ണാടിയിലേക്ക് പോവും. സൗന്ദര്യം അങ്ങ് ആസ്വദിച്ചങ്ങ് ഇരിക്കുവാണ് അവനെ. എല്ലാവരും വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞങ്ങളൊരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്. അപ്പം കാണുന്നവരൊക്കെ ഒന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് തല പതുക്കെ പൊക്കുന്നുണ്ടവൻ.
ഏകദേശമൊക്കെ അങ്ങ് തീരാറായി. ഫ്രണ്ടൊന്ന് റെഡിയാക്കിയപ്പോഴത്തേക്ക് പറഞ്ഞിരുന്നേ ഫ്രണ്ടോട്ട് കുറച്ച് ലെങ്ത് ഉണ്ട്, ആ ലെങ്ത് ഒന്ന് കുറയ്ക്കണം, കണ്ണിൽ വീഴരുതെന്ന് പറഞ്ഞിട്ട് അങ്ങ് മുടി വെട്ടിയപ്പോൾ വേറൊരു ഇതായല്ലേ. ഇല്ലെങ്കിലും ആ കടക്കാർ ചീവ് വയ്ക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇന്ന് കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ പുരട്ടി, അതുകൊണ്ട് മുടിയാളുടെ അങ്ങ് പറ്റിയതായിട്ടിരിക്കുക. ഏകദേശം പരിപാടിയൊക്കെ തീരാറായി. ഇനി ആ സൈഡിലൊന്ന് 2 സൈഡിലൊരു വരയ്ക്കാനായിട്ട് അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കൂട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, അവനും അങ്ങനെ വേണം, അതുകൊണ്ട് സൈഡിലൊക്കെ വരയ്ക്കണം. അങ്ങനെ അത് കട്ട് ചെയ്ത് ചെയ്യുക. കണ്ടോ ഗൈസ്, അതിൻ്റെ ഇനി കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇനി എന്താകും എന്നറിയില്ല. ഇപ്പം പിള്ളേർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്ത് കാര്യം എടുത്താലും അവരുടേതായിട്ടൊരു അഭിപ്രായം പറയാൻ കാണും. നമ്മൾ വിചാരിക്കും അയ്യോ നമ്മുടെ കുഞ്ഞ് അതിനുള്ള ആയെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെക്കാളും കൂടുതൽ അപ്ഡേറ്റഡും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതലും പറയാനായിട്ട് കൊച്ചുങ്ങൾ ഭയങ്കര ഇതാണ് കേട്ടോ. ലാസ്റ്റ് ലുക്കാണേ. ഇപ്പം കുറച്ച് വൃത്തിയായില്ലേ, തലയിലെ കുറേ ഭാരങ്ങളൊക്കെ അങ്ങ് മാറി സെറ്റായി. ഓക്കെ, സൂപ്പറായിരുന്നു. അവന് ഇഷ്ടപ്പെട്ടു. ഇത് കടയുടെ ഫ്രണ്ടും